നമസ്കാരം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ആഴത്തിലുള്ളതും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നാം പ്രപഞ്ചത്തിന് അനുകൂലമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് ഒരുപക്ഷെ അത് അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ ഇതിൻ്റെ സാധ്യത വലുതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ശരിക്കും പ്രപഞ്ചത്തിന് അനുകൂലമായി പ്രവർത്തിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രപഞ്ചം ഒരു വലിയ ഊർജ്ജ സംവിധാനമാണ്. അതിന് അതിൻ്റേതായ നിയമങ്ങളും താളക്രമങ്ങളും ഉണ്ട്. ഈ നിയമങ്ങൾക്കും താളത്തിനും അനുസൃതമായി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് പ്രപഞ്ചം നമ്മെ പിന്തുണയ്ക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഇതിൽ പ്രധാനമായി ഉൾക്കൊള്ളുന്നത് ഒന്ന്, നന്മയും സ്നേഹവും. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുക. നെഗറ്റീവ് ചിന്തകളും പ്രവൃത്തികളും ഒഴിവാക്കുക. 2, സത്യസന്ധത. വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുക. 3, നന്ദി. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുക. നമ്മൾ നന്ദിയുള്ളവരായി ജീവിക്കുക. അടുത്തത് ക്ഷമ. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും വിദ്വേഷം ഒഴിവാക്കാനും ശ്രമിക്കുക. അടുത്തത് പരിസ്ഥിതി സംരക്ഷണം. പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ബഹുമാനിക്കുക. അടുത്തത് സ്വയം വികസനം. നിരന്തരമായി സ്വയം മെച്ചപ്പെടുത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കുക. അടുത്തത് ലക്ഷ്യബോധം. വ്യക്തമായ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക. പ്രപഞ്ചത്തിന് അതിൻ്റേതായ ചില അടിസ്ഥാന നിയമങ്ങളുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നു. അവയിൽ ചില പ്രധാനപ്പെട്ടത് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത്. ഒന്ന്, ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് ഫലങ്ങളും നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ഫലങ്ങളും കൊണ്ടുവരും. അടുത്തത് കർമ്മ നിയമം, ലോ ഓഫ് കർമ്മ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഫലങ്ങളുണ്ടാവും. നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ഫലങ്ങളും മോശം കാര്യങ്ങൾ ചെയ്താൽ മോശം ഫലങ്ങളും നമ്മളെ തേടി വരും. അടുത്തത് ഊർജത്തിൻ്റെ നിയമം, ലോ ഓഫ് എനർജി. ഈ പ്രപഞ്ചം മുഴുവൻ ഊർജത്താൽ നിർമ്മിതമാണ്. നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഊർജമുണ്ട്. അത് നമ്മളെയും ചുറ്റുപാടുകളെയും സ്വാധീനിക്കും. അടുത്തത് താളത്തിൻ്റെ നിയമം, ലോ ഓഫ് റിതം. പ്രപഞ്ചത്തിൽ എല്ലാം ഒരു താളക്രമത്തിലാണ് നടക്കുന്നത്. രാവും പകലും വേലിയേറ്റം വേലിയിറക്കം പോലെ ജീവിതത്തിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. ഈ താളത്തെ അംഗീകരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ഈ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചം നമ്മെ പിന്തുണയ്ക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നും വിശ്വസിക്കുന്നു. അടുത്തത്, പ്രപഞ്ചത്തിന് അനുകൂലമായി എങ്ങനെ പ്രവർത്തിക്കാം എന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി എങ്ങനെ പ്രപഞ്ചത്തിന് അനുകൂലമായി പ്രവർത്തിക്കാം എന്നതിനെക്കുറിച്ച് പല ചിന്തകളാണ്. ഒന്ന്, പോസിറ്റീവ് ചിന്തകൾ വളർത്തുക എന്നതാണ്. മനസ്സിനെ പോസിറ്റീവ് ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അവയെ തിരിച്ചറിഞ്ഞ് മാറ്റാൻ ശ്രമിക്കുക. നന്ദിയുള്ളവരായിരിക്കുക. അടുത്തത്, ഓരോ ദിവസവും നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുകയും ഒരു ഡയറിയിൽ നന്ദികൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് നൽകുക. അത് ചെറിയ ആണെങ്കിലും വലിയ കാര്യമാണെങ്കിലും വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. അടുത്തത്, സ്വയം സ്നേഹിക്കുക. നിങ്ങളെ തന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കഴിവുകളെയും ശക്തികളെയും തിരിച്ചറിയുക. അടുത്തത്, പ്രകൃതിയോടിണങ്ങി ജീവിക്കുക. പ്രകൃതിയെ ബഹുമാനിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, മാലിന്യം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകുകയും നിങ്ങളുടെ സ്വപ്നങ്ങളിലും ലക്ഷ്യങ്ങളിലും ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക. അടുത്തത്, സ്വയം ക്ഷമിക്കുക എന്നതാണ്. നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് സ്വയം ക്ഷമിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. അടുത്തത്, പ്രപഞ്ചം ഒരു വലിയ ശക്തിയാണ്. അതിൻ്റെ താളത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനപരവും വിജയകരവുമായി തീരും. പ്രപഞ്ചത്തിന് അനുകൂലമായി പ്രവർത്തിക്കുക എന്നത് നമ്മെ തന്നെ മെച്ചപ്പെടുത്തുന്നതിനും ചുറ്റുപാടുകളുമായി ജീവിക്കുന്നതിനും സഹായിക്കും. ഈ തത്വം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും
പരിശ്രമിക്കുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.